What's up, football fans? Welcome back to Football is Life. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പെനൽറ്റിയിൽസ് ആർസണലിനെ തോപ്പിച്ച് FA കപ്പിന്റെ 4th റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ചെൽസി ഫാൻസ് ആർസണൽ ഫാൻസോട് അപ്പോളെ പറഞ്ഞില്ലേ മേടിക്കണ്ടാന്ന്, ജനറേഷണൽ ടാലന്റിനെ മേടിക്കണ്ടാന്ന്. അപ്പൊ നിങ്ങള് ആർസണൽ ഫാൻസ് ഞങ്ങളോട് ചെൽസി ഫാൻസിനോട് എന്താണോ പറഞ്ഞത്? കുതന്ത്രമന്ത്രം ഒന്നും അറിയില്ലടാ, കൈ ഹാവേർട്സിനെ ഞങ്ങൾ അൺലോക്ക് ചെയ്തോളാമാടാ. കുതന്ത്രമന്ത്രം ഒന്നും അറിയില്ലടാ, കൈ ഹാവേർട്സിനെ ഞങ്ങൾ അൺലോക്ക് ചെയ്തോളാമാടാ എന്നൊക്കെ ഡയലോഗ് അടിച്ച് ഞങ്ങൾ അന്നേ പറഞ്ഞല്ലേ മച്ചാനെ, ഇവനെ കൊണ്ടാവില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇവനെ സഹിച്ച് ഇരുന്ന ഒരു വ്യക്തിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനോടുള്ള കുറച്ച് പ്രണയം അല്ലെങ്കിൽ കുറച്ച് സ്നേഹം ഉള്ളത് ആ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ അവൻ ആ ഗോൾ അടിച്ചതെന്നുള്ളത് മാത്രമല്ലാണ്ട് ഈ മച്ചാന്റെ കളി കണ്ട് അങ്ങനെ തലപ്പെരുത്ത് ഇങ്ങനെ പോയ ആൾക്കാരാണ് ഞങ്ങൾ. ഇത് ഇവൻ കൈ ഹാവേർട്സ് ടീമോ വേണർ അങ്ങനെ കുറെ എണ്ണം ഉണ്ടായിരുന്നു നമുക്ക്. ഇപ്പോഴും ചെൽസിയിലുണ്ട്. എന്തായി അവസാനം 2 മനോഹരമായ ചാൻസസ് അവൻ കൊണ്ടേ മിസ്സാക്കി, ഒരു പെനൽറ്റിയും കൊണ്ടേ മിസ്സാക്കി. മുഴുവൻ കൈ ഹാവേർട്സിനെ മാത്രം മുഴുവൻ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഡെക്ലൻ റൈസിന് ഒരു കിഡു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, ഒരു ക്ലിയർ കട്ട് ഹെഡർ, റിയലി ക്ലോസ് ടു ദ പോസ്റ്റ്. പിന്നെ ഓഡേഗാർഡിന്റെ പെനൽറ്റി, അതും കൂടെ മിസ്സാക്കി. അവസരങ്ങൾ ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നു ആർസണലിൽ. ശരിക്കും പറഞ്ഞു അവസരങ്ങൾ ഒന്നും ക്യാപിറ്റലൈസ് ചെയ്തില്ല. കൈ ഹാവേർട്സ് രണ്ടാമത് മിസ് ചെയ്ത ചാൻസിന്റെ എക്സ്പെക്ടഡ് ഗോൾ വാസ് 0.85. അതായത് ഒരു പെനൽറ്റിയുടെ എക്സ്പെക്ടഡ് ഗോൾ എന്ന് പറയുന്നത് 0.74 ആണ്. അപ്പൊ പെനൽറ്റിയിൽ ആൾക്കാർ പറയുന്നത് 0.26 ചാൻസ് ഗോൾ കീപ്പറിനുണ്ടെന്നുള്ളതാണ്. കൈ ഹാവേർട്സ് മിസ് ചെയ്ത ചാൻസ് 0.16 എന്തോ ആണ് ഗോൾ കീപ്പറിന് ചാൻസ് ഉണ്ടായിരുന്നുള്ളത്. പക്ഷെ അത് പുള്ളിക്കാരൻ ചാടിയപ്പോ കൈ തട്ടിയാണ് ശരിക്കും പറഞ്ഞ ബോൾ നിലത്ത് വീണത്. പക്ഷെ FA കപ്പ് ആയതുകൊണ്ട് വാറും റീപ്ലേ ഒന്നും ഇല്ലാത്തത് കാരണം കൈ ഹാവേർട്സിന് ഗോൾ അടിച്ചു കഴിഞ്ഞാൽ അത് ഗോൾ തന്നെയായിരുന്നു. പക്ഷെ ആ ഗോൾ മിസ്സാക്കി അവസരങ്ങൾ മിസ്സാക്കി. ഇത് പറഞ്ഞു, ഇത് ആർസണൽ ഫാൻസിനോട് എനിക്ക് തോന്നുന്നു ആർസണലിനോട് തന്നെ ഇത് കഴിഞ്ഞ ഈ സീസൺ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞാണ് ക്ലിനിക്കൽ ഫിനിഷർ ഒരെണ്ണം വേണം. അപ്പൊ അതിന് പകരം ഇൻവെസ്റ്റ് ചെയ്തത് കാലിഫിയോറിന്റെ മേലിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഡിഫൻഡേഴ്സിന്റെ മേലിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതൊക്കെ അടിപൊളി തന്നെയാണ്. പക്ഷെ അൾട്ടിമേറ്റ്ലി സംവെയർ ഫ്രോം ദ ഡൗൺ ദ ലൈൻ ഗോൾസ് വരേണ്ടതാണ്. ആൻഡ് എനിക്ക് തോന്നുന്നു ഇന്നത്തെ കളിയിൽ ഏറ്റവും കൂടുതൽ എക്സ്പെക്ടഡ് ആർസണലിന്റെ എത്രയോ പെർസെന്റേജ് 0.70 എക്സ്പെക്ടഡ് ഗോൾ എന്തോ സെറ്റ് പീസിൽ നിന്ന് തന്നെയാണ് വന്നത്. മാച്ച് പ്രിവ്യൂല് പറഞ്ഞ അതേ കാര്യം തന്നെ. സെറ്റ് പീസിൽ മാത്രം ഡിപെൻഡ് ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യമില്ല. പക്ഷെ ഇപ്രാവശ്യം ഓപ്പൺ പ്ലേയിൽ ഒരുപാട് ചാൻസസ് ക്രിയേറ്റ് ചെയ്തു. കൈ ഹാവേർട്സിന് 2 ചാൻസ്, പെനൽറ്റി, പിന്നെ ഡെക്ലൻ റൈസിന്റെ ചാൻസ്. ഇതാണ് 4 ക്ലിയർ കട്ട് ബിഗ് ചാൻസസ് എന്ന് എന്റെ മനസ്സിൽ ഓർമ്മ വന്ന്. 4 മിസ്സാക്കി. അതോടെ തന്നെ FA കപ്പിന്റെ 3ാമത്തെ റൗണ്ടിൽ നിന്ന് പുറത്താവുകയും ചെയ്തു. വീണ്ടും പ്രഷർ ആർട്ടേറ്റയുടെ മേലിൽ. വീണ്ടും ഒരു സീസൺ മിക്കവാറും ട്രോഫിലെസ് ആവാൻ പോകുന്നു. പ്രത്യേകിച്ച് കർബാവോ കപ്പ് സെമി ഫൈനലിൽ ഇപ്പൊ ട്രെയിലിംഗ് ആയിരിക്കുന്ന സ്ഥിതി. FA കപ്പിൽ നിന്ന് 3rd റൗണ്ടിൽ നിന്ന് ഔട്ടായി. പ്രീമിയർ ലീഗില് സ്ലൈറ്റ് ഒരു ടൈറ്റിൽ ചാലഞ്ചിൽ നിന്ന് കുറച്ച് ദൂരെയാണ്. അപ്പോ ഏറെക്കുറെ ചോദ്യങ്ങൾ ആർട്ടേറ്റയുടെ മുകളിൽ വീണ്ടും ഉന്നയിക്കപ്പെടുകയാണ്. ആൻഡ് ആമോറമിനെ സംബന്ധിച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിഗ് ബൂസ്റ്റ്, കോൺഫിഡൻസ് ബൂസ്റ്റർ ആണ്. കാരണം ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു സിറ്റുവേഷൻ ആണ്. പക്ഷെ മാച്ച് പ്രിവ്യൂവിൽ ഞാൻ പറഞ്ഞു ആർസണൽ സെറ്റപ്പ് ചെയ്യുന്നത് ഒരു പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഗുണകരമായി മാറും. പിന്നെ ഡിയാഗോ ഡാലോന്റെ ഒരാവശ്യമില്ലാത്ത 2ാമത്തെ യെല്ലോ, അത് ഒരു ആവശ്യമില്ലായിരുന്നു, പറഞ്ഞൊരു ആവശ്യമില്ലായിരുന്നു. അങ്ങനത്തെ ഒരു ചാൻസിൽ ഒരു യെല്ലോയിൽ നിൽക്കുന്ന പ്ലെയർ ഓൾറെഡി അങ്ങനെ ഒരു ചാലഞ്ച് ചെയ്യേണ്ടത്. അത് ബോൾ തൊടുകയോ തൊടാണ്ടിരിക്കുകയോ തൊട്ടില്ല എന്നൊന്നും പറയണതിൽ കാര്യമില്ല. അതൊരു ഓപ്പർച്യൂണിറ്റി അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് ചാലഞ്ച് ചെയ്യാൻ പോരുത്. പ്രത്യേകിച്ച് കാല് ഇങ്ങനെ പൊക്കി ചാലഞ്ച് ചെയ്യരുത്. ചാലഞ്ച് ചെയ്തു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താഴേക്ക് ഇങ്ങനെ ചാലഞ്ച് ചെയ്ത് നിങ്ങൾ കൈ ഇങ്ങനെ പിടിക്കുക. അപ്പൊ അത് അറ്റ്ലീസ്റ്റ് വെൻ യു ആർ ഈ ഒരു എലിയറ്റ് ലെവൽ ഫുട്ബോളിലൊക്കെ കളിക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. അത് അൺഫോർച്ചുനേറ്റ്ലി ഈ പറയുന്ന പോലെ ഡിയാഗോ ഡാലോ ആ നിമിഷത്തിൽ ചിന്തിച്ചില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. പിന്നെ ആർസണലിന് കിട്ടിയ പെനൽറ്റി വളരെ സോഫ്റ്റ് ആയ ഒരു പെനൽറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് ഒരുപാട് ട്വിറ്ററിൽ ഫാൻസ് ഭയങ്കരമായിട്ട് നമ്മുടെ റഫറിനെ വിമർശിക്കണ്ടായിരുന്നു. മിക്ക ഡിസിഷൻസും ആർസണലിന് വളരെ ഫേവറബിൾ ആയിട്ട് ഒരു ഡിസിഷൻ ആയിരുന്നു. പിന്നെ പെനൽറ്റി അത് ഹാരി മഗ്വയർ കൈ ഹാവേർട്സിനെ പിടിച്ചു എന്നുള്ള സത്യമാണ്. പക്ഷെ ഒരു ടിപ്പിക്കൽ അത്രയ്ക്ക് ഫൗൾ പ്ലേ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് ഇനിഷ്യലി തോന്നിയില്ല. പെനൽറ്റി കൊടുത്തു ഓക്കെ ഫൈൻ. ഇപ്പൊ വാർ റിവ്യൂ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷെ പെനൽറ്റി ആയനെങ്കിലും പറയാം. ഒരു 50-50 ഡിസിഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. പക്ഷെ ഇറ്റ് വാസ് നോട്ട് വെരി കൺക്ലൂസീവ്. അത് നടന്നു. ഓഡേഗാർഡിന് ഈ പറയുന്ന പോലെ പെനൽറ്റി കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. കൈ ഹാവേർട്സിന് പെനൽറ്റി കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. പ്ലേയേഴ്സ് എത്രത്തോളം ക്ലിനിക്കൽ ആവാണ്ടിരിക്കുന്നു തന്റെ ബോക്സിന്റെ മുമ്പിൽ, എത്രത്തോളം ഡിഫെൻഡ് ചെയ്തിരുന്ന കാര്യമില്ല. ആർസണലിന്റെ ഡിഫൻസ് ഇസ് വെരി വെരി സോളിഡ്. നല്ല സോളിഡ് ആയിട്ട് ഡിഫെൻഡ് ആയിരുന്നു. പക്ഷെ ആ ഗോൾ കൺസീഡ് ചെയ്തത് മനോഹരമായ ഒരു ഗോളായിരുന്നു. ബ്രൂണോ ഫെർണാണ്ടസിന്റെ കിടു ഫിനിഷ്, നല്ലൊരു ഡൗൺ ദ ലൈൻ റണ്ണും നല്ല കട്ട് ബാക്കും ആണെങ്കിൽ തന്നെയും ബ്രൂണോ ഫെർണാണ്ടസിന് ഇനിയും ഉണ്ടായിരുന്നു അത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മനോഹരമായ ഒരു കൺട്രോൾഡ് ബോൾ എടുത്തിട്ട് ഒരു നല്ലൊരു ഫിനിഷ് തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ബ്രൂണോ ഫെർണാണ്ടസിന്റെ.
അതിനുടനെ തന്നെ തിരിച്ച് കാർഡ് ആർസണൽ ഗോൾ അടിക്കുകയും പിന്നീടുള്ള ഒരു ഗ്രിറ്റ് ആൻഡ് ഡിറ്റർമിനേഷൻ. പിന്നെ നിങ്ങളുടെ ആ മറ്റേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആ ഗോൾ കീപ്പർ ചെക്കന് ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ആ ചെക്കന്റെ പേര് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതിൽ നിന്ന് എടുത്ത് കാണേണ്ടി വരും. നമ്മളിങ്ങനെ ഡെയിലി ഇത് ഫോളോ ചെയ്യാത്തതുകൊണ്ട്. ബയൻ ഡിയർ മച്ചാന്റെ പെർഫോമൻസ് ഇന്ന് ആൽറ്റെ ബയൻ ഡിയർ അടിപൊളി. ഓഫ് വേറെ ലെവല്. ആ മറ്റേ കായ് ഹാവേർട്സിന്റെ പെനൽറ്റി സേവ് ചെയ്തത് ഫിംഗർ ടിപ്പ് സേവ് ആയിരുന്നു. ഓഡേഗാർഡിനെ നല്ലോണം ഗസ് ചെയ്ത് സേവ് ചെയ്തു. പക്ഷെ കായ് ഹാവേർട്സിന്റെ പെനൽറ്റി സേവ് ചെയ്ത് അടിപൊളിയായിരുന്നു. ഡെക്ലൻ റൈസിന്റെ സേവ്. മച്ചാന്റെ പെർഫോമൻസ് ഹാസ് ബീൻ എക്സെപ്ഷണൽ. മാൻ ഓഫ് ദ മാച്ച് ആയിരുന്നു എന്ന് എനിക്കറിയില്ല, പക്ഷെ എക്സെപ്ഷണൽ. മഗ്വയറും മാർട്ടിനസും പിന്നെ ഡിലിറ്റിന്റെ ഒരു ലൈൻ ക്ലിയറൻസ് ഉണ്ടായിരുന്നു. ഞാൻ മാച്ച് പ്രിവ്യൂവിൽ പറഞ്ഞ പോലെ ഒരു ഡിറ്റർമിനേഷൻ ഉണ്ടായിരുന്നു ഈ പറയുന്ന പോലെ കളി ജയിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഓവറോൾ ഈ പറയുന്ന പോലെ ആർസണൽ വീണ്ടും ഒരു സുവർണ അവസരം കൊണ്ടേ നഷ്ടപ്പെടുത്തി. FA കപ്പ് 4th റൗണ്ട് കയറേണ്ട അടുത്ത കപ്പ് ഗെയിമിലേക്ക് പോകേണ്ട ഒരു അവസരം. ഇനിയിപ്പോ ഇപ്രാവശ്യം ആർട്ടേറ്റ ബോളിനെ കുറ്റം പറയോ, കാറ്റിനെ കുറ്റം പറയോ, വെള്ളത്തിനെ കുറ്റം പറയോ എന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും ആർട്ടേറ്റയുടെ പോസ്റ്റ് മാച്ച് ഇന്റർവ്യൂവിൽ എന്താണ് അദ്ദേഹം എന്തിനെ കുറിച്ചാണ് കുറ്റം പറയണത്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ബോളിനെ കുറിച്ചല്ല അദ്ദേഹം കുറ്റം പറഞ്ഞത്. അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സ്വാഭാവികമായിട്ട് ഇതൊരു വ്യത്യാസമാണ്, ഇത് പക്ഷെ എല്ലാ ടീമുകളും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ് ആർട്ടേറ്റ എന്ന് പറഞ്ഞത് ഇന്റർവ്യൂവിൽ. പക്ഷെ അത് പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും അത് ബോളിനെ കുറ്റം പറഞ്ഞു എന്നുള്ള രീതിയിലായി മാറി. This is what happens, but massive disappointment for Arsenal, but massive win for United. Anyway, do let me know guys, നിങ്ങളുടെ thoughts in the comment section. Thank you so much for watching. Signing off, SK from Football is Live.